എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് മുന്നറിയിപ്പ്. സ്വാന്തന സാജു ചേരുന്നു വിശദാംശങ്ങളുമായി. സ്വാന്തന, മുന്നറിയിപ്പുകൾ എവിടെയൊക്കെ? റോഷ്നി, അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 2 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടു കൂടിയേ മഴയുണ്ടാകുകയുള്ളൂ. കാരണം വെള്ളിയാഴ്ച അതായത് ഈ മാസം 9-ാം തീയതിയാണ് 2 ജില്ലകളിൽ ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലുമാണ് മുന്നറിയിപ്പുള്ളത്. ഈ 2 ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഈ 2 ജില്ലകളിലും ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ ബംഗാൾ ഉൾക്കടലിന്റെ ഭൂമധ്യരേഖയോട് ചേർന്ന് ഒരു ചക്രവാത ചുഴി നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ സഞ്ചരിച്ച് ശ്രീലങ്കൻ ഭാഗത്തേക്ക് എത്തും. അതോടുകൂടി സംസ്ഥാനത്ത് മഴ ഉണ്ടാകുമെന്നൊരു അറിയിപ്പാണ് നിലവിൽ എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംസ്ഥാനത്ത് വലിയ ഒരു മഴയൊന്നും പെയ്യുന്നില്ല. ചില ഒറ്റപ്പെട്ട ഇടങ്ങൾ മാത്രമാണ് മഴ ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പൊക്കെ നൽകി വീണ്ടും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നെന്തായാലും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നത്. അത് മാത്രവുമല്ല, ജനുവരിയൊക്കെ തുടങ്ങിയതോടുകൂടി തന്നെ പലയിടങ്ങളിലും ചൂട് വലിയ രീതിയിൽ കൂടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചൂടിനൊക്കെ ഒരു ആശ്വാസമാകുന്ന തരത്തിലേക്ക് ഈ മഴ എത്തുമെന്ന് തന്നെയാണ് റോഷ്നി പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സ്വാന്തനയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്.